അമ്മൂന് സ്കൂളിൽ വിട്ടു. ഞാനൊരു മോർണിംഗ് വാക്കിന് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഒട്ടമായി, തണുപ്പായി, പക്ഷെ ഇന്ന് സൂര്യനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ തണുപ്പില്ല ഇന്ന്. ഈ വീട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോരം ഫ്ലവേഴ്സ് വെച്ചേക്കണേ, ഓട്ടം കളേഴ്സ്. ഹാങ്ങിങ് ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഊട്ടിപ്പൂവ് അവിടെ നമ്മൾ മഞ്ഞ കളറിൽ കണ്ടേക്കണേ, ഇവിടെ ഇത് പർപ്പിളാണ്. ഇലപൊഴിയും കാലം. ഇവിടെ ഈ ഓട്ടത്തിൽ 2 കാര്യങ്ങളാണ് കേട്ടോ ഫോളോ ചെയ്യണത്. ഒന്ന്, ഇലകൾ ദേ ഈ മരത്തിൻ്റെ മുകളിൽ കുറേയൊക്കെ താഴെ വീണു. പിന്നെ ഒന്ന് ടൈമാണ്. ഇപ്പോൾ ഒക്ടോബർ എൻഡ് ആകുമ്പോൾ ഞങ്ങളുടെ സമയം 1 മണിക്കൂർ പുറകിലേക്ക് പോകും. സമയം മാറിക്കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 8 മണിക്ക് നല്ല വെളിച്ചമുണ്ടാവും. അപ്പോൾ വിചാരിക്കും അയ്യോ ഞാൻ ലേറ്റായോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നോക്കുമ്പോഴായിരിക്കും അറിയുക ടൈം മാറിയെന്ന്. ടൈം മാറുന്നത് അവർ നേരത്തെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ മിക്കതും ഞാൻ ആ കാര്യം മറന്നു വേണ്ടാവും. നല്ല ഭംഗിയുണ്ട് ഈ മരം കാണാനായിട്ട്. അപ്പം അങ്ങനെ 2 കാര്യങ്ങളാണ് ഇവിടെ ഓട്ടത്തിൽ ഫോളോ ചെയ്യണത്. ഒന്ന് ഇലകൾ, പിന്നെ ഒന്ന് ടൈം. അപ്പം അത് ഓർക്കാനായിട്ട്, ഇത് സമയം മാറുമെന്നറിയാം, പക്ഷെ പിന്നിലേക്കാണോ മുന്നിലേക്കാണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാകും. അപ്പോൾ അത് ഓർക്കാനായിട്ട് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഓട്ടം എന്ന് പറഞ്ഞതിൻ്റെ വേറെ വേർഡാണല്ലോ ഫോൾ എന്നുള്ളത്. അപ്പോൾ ഓട്ടത്തിൽ എപ്പോഴും ഫോൾ ബാക്ക് ആണ്. അപ്പോൾ 1 മണിക്കൂർ പുറകിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യുക. അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ക്യാമറയെ കൂടെ കാണുന്നേക്കാളേ നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഈ വില്ലേജ് ഗ്രീൻ്റെ ചുറ്റുമുള്ള മരങ്ങൾ ഇതുപോലെ കളറ് മാറി ഇലകൾ പൊഴിച്ച് അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓരോ സീസണിലും ഓരോ തരം കാഴ്ചകൾ. ഓരോ സീസണുകളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ നേച്ചർ കാണുമ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവും. നാട്ടിലൊന്നും മഴക്കാലം, ചൂടുകാലം അങ്ങനെയല്ലേ നമുക്കറിയുള്ളൂ. തണുപ്പ് കാലം എന്ന് നമ്മൾ പറയണത് ഒരു തണുപ്പല്ല എന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ പാമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഈ ഇലകൾ വീണതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് നടക്കുകയാണ്. ഈ റോട്ടിലൊക്കെ ഇലകൾ വീണ് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഡേഞ്ചറസാണ്. കാരണം എപ്പോഴും മഴയാണ് ഈ ടൈമിൽ ഇവിടെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ലിപ്പായി പോകും അറിയാണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി ചിലപ്പോൾ ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഫ്രോസ്റ്റ് വരും. ഫ്രോസ്റ്റും കൂടിയും ഈ ഇലയുടെ മുകളിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ റോഡൊക്കെ ബ്ലാക്ക് കളറല്ലേ, അപ്പോൾ ബ്ലാക്ക് ഐസ് എന്നാണ് പറയുക അതിന്. അപ്പം നമ്മൾക്ക് കാണേയില്ല, നമ്മളറിയില്ല ഐസ് ഉണ്ടെന്ന്. നമ്മൾ സ്കൂളിലേക്ക് പോണ വഴിയാണ് അമ്മു ഇത്. അപ്പോൾ രാവിലെ ഓടുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അറിയാണ്ട് എങ്ങാനും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഐസിൻ്റെ അടിയിൽ ഇലയും ഉണ്ടാവും. നമ്മൾ തെന്നി വീഴാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ. ഈ മരങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ
മരങ്ങളുടെ ആ മരത്തിൻ്റെ കളറൊക്കെ കറുപ്പ് കളറായിട്ടുണ്ട്. ഇലകൾ നല്ല ഭംഗിയിൽ യെല്ലോവും ഓറഞ്ചും ഇടയിൽ കുറച്ച് ഗ്രീനും എനിക്കായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. സമ്മറിൻ്റെ എൻ്റെ വോക്കിൻ്റെ വീഡിയോ കണ്ട് കുറേ പേരൊക്കെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഓട്ടത്തിൻ്റെ ഒരു വോക്കിന് കൊണ്ടുപോകാമെന്ന്. ഓരോ സീസണിലും ഇവിടെ കാണാനായിട്ട് ഓരോ ടൈപ്പ് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ സമ്മറിൽ നമ്മൾ കുറേ റോസ് പൂവും ആൾക്കാർ വെയിൽ കായാൻ ഇരിക്കുന്നതും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഓട്ടത്തിൻ്റെ വോക്കിൽ ദേ ബെറികൾ, ആപ്പിൾസ്, ഇലകൾ വീണ് കിടക്കുന്നത്, ഓട്ടത്തിൻ്റെതായ പൂക്കൾ, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. ഈ മരത്തിൽ ക്രാബ് ആപ്പിളാണ്. മഴ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിട്ടുണ്ട്, പക്ഷെ വലിയ തണുപ്പില്ലെന്നു. ഇവിടെ എന്ത് ഭംഗിയാ കാണാൻ, നിറച്ച് വില വീണ് കിടക്കാണ്. അമ്മാരും കാണാൻ നല്ല രസമുണ്ട്, നല്ല ഷേപ്പുള്ളൊരു മരം. ഈ മരം നോക്കിയേ, ഇതിൻ്റെ ഇലയൊക്കെ എപ്പോഴും ഗ്രീനാണ്, പക്ഷെ അതിൽ നിറച്ചും ക്രാബ് ആപ്പിളാണ്. ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ പണ്ട് പെയിൻറ്റിങ് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ സ്ഥിരമായിട്ട്. എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഒരു മരം വരയ്ക്കും, അതിന് പച്ച കളർ കൊടുക്കും, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുമന്ന ഡോട്ട്സ് ഇടും. അതുപോലെ എൻ്റെ പണ്ടത്തെ ഒരു ഡ്രോയിങ് പോലെയുണ്ട് ഈ മരം കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്, ശരിക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന പോലെയാണ്. നല്ല ഭംഗിയുണ്ട് ഈ പച്ചപ്പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇലകൾ വീണ് കിടക്കണത് കാണാനായിട്ട്. ഇത് കണ്ട, ഇലകളുടെ കളറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, പച്ചയിൽ നിന്ന് മഞ്ഞയിലേക്ക്. ഈ മരം കംപ്ലീറ്റ് യെല്ലോ ആണ്. ഒന്ന് രണ്ട് മാസം കൂടി കഴിയുമ്പോൾ, 1-2 മാസമൊന്നും വേണ്ട, 1 മാസം കൂടി കഴിയുമ്പോൾ ഇതൊക്കെ വെറുതെ ഉണക്കക്കമ്പ് പോലെ നിൽക്കുന്നുണ്ടാവും ഈ മരമൊക്കെ. വിന്റർ എന്തായാലും വരണ്ടേ അല്ലേ, രക്ഷയൊന്നുമില്ല ഈ വർഷം. ഇത് കണ്ട, ബ്ലൂബെറി പോലെ ഇരിക്കുന്ന ഒരു ബെറിയാണ്, പക്ഷെ ബ്ലൂബെറി അല്ല കേട്ടാ. ഇത് നോക്കിയേ, നമ്മുടെ മാങ്ങാനാറി പോലെ ഇല്ലേ.
ഈ കാണുന്നതാണ് നമ്മുടെ വില്ലേജിൻ്റെ എൻട്രൻസിലുള്ളൊരു റൗണ്ട് അബൌട്ട്. അപ്പോൾ ഒരു ജംഗ്ഷന് പകരം ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ. അപ്പോൾ 3 വഴികളുണ്ട് ഈ റൗണ്ട് അബൌട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വണ്ടികൾ വന്നിട്ട് റൈറ്റ് സൈഡിലുള്ള വണ്ടികൾക്കായിരിക്കും പ്രയോറിറ്റി റൗണ്ട് അബൌട്ടിൽ കയറാൻ. അപ്പോൾ അവർക്ക് ഇതിന്ന് ഇങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ച് വേണം വേറെ വഴിയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ആ വൈറ്റ് വാൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇത് ചുറ്റി വളഞ്ഞാണ് പോണത്. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഈ റൗണ്ട് അബൌട്ട്. ഞങ്ങളുടെ ഈ വില്ലേജ് ഒരു സർക്കിൾ ഷേപ്പിലുള്ള വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റോഡില്ലേ, ഇത് ഈ വില്ലേജിൻ്റെ ചുറ്റും ഇങ്ങനെ വളഞ്ഞു പോകും. എന്നിട്ട് ഈ റിംഗ് റോഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വഴികളുണ്ട്. അവിടെയാണ് വീടുകൾ. അപ്പോൾ ഈ വഴികൾ ഒരു സ്ഥലത്ത് വന്നാൽ എൻഡ് ചെയ്യും. പിന്നെ അതങ്ങോട്ട് കാറുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ത്രൂ പോകാൻ പറ്റില്ല. പക്ഷെ നടക്കാനുള്ള വഴികളുണ്ടാവും കേട്ടോ വില്ലേജിൻ്റെ സെൻറ്ററിലേക്ക്. വില്ലേജിൻ്റെ സെൻറ്ററിലാണ് സ്കൂള്, ഹോസ്പിറ്റലല്ല, ഡോക്ടറിൻ്റെ സർജറി, സൂപ്പർ മാർക്കറ്റ്, ലൈബ്രറി, അതെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വഴികളുണ്ട്, സ്പൈൻ പാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടേക്ക് നടക്കാൻ പറ്റും. വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. വണ്ടി ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പോവില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ നടക്കണ ഈ പാത്ത് വേയുടെ പോലെയുള്ള വാക്ക് വേസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കണം. റിംഗ് റോഡിൻ്റെ ഈ സൈഡിലൊക്കെയാണ് വീടുകളുള്ളത്. അപ്പുറത്തെ സൈഡിൽ ഒരു ഗോൾഫ് കോഴ്സാണ്. അതിൻ്റെ ബോർഡറായിട്ടാണ് ഇത്രയും മരങ്ങൾ അവർ വെച്ചേക്കണേ. ഇത് നോക്കിയേ, ഇതെന്താണെന്നറിയോ? ഇതിൻ്റെ ലീവ്സ് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇത് റോസാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റോസ് പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പൂവിൻ്റെ താഴെയുള്ള ആ ഒരു കായഭാഗമല്ലേ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടിരിക്കുന്നത്, അത് ഇവിടുത്തെ ഈ വൈൽഡ് റോസസിനൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരിക്കും. ഒരു ബെറി പോലെ ഇരിക്കണല്ലേ ഇത്. സമ്മർ വാക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ മരം കാണിച്ചിരുന്നു. ഇത് ക്രാബ് ആപ്പിളാണ്. 2 മരം ഉണ്ടെന്ന് പറഞ്ഞത് ഓർക്കണ്ട. ഒന്ന് ക്രാബ് ആപ്പിളും ഒന്ന് നോർമൽ ആപ്പിളും. അപ്പോൾ ഇതിലിതേ ക്രാബ് ആപ്പിൾ ഇപ്പോൾ പഴുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അത് പച്ചയായിട്ട് നിന്നായിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള കളറായിട്ട്, റെഡോ ഒരു പിങ്കോ അങ്ങനെ എന്തോ ഒരു നല്ല രസമുള്ളൊരു കളറായിട്ട് ക്രാബ് ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എഡിബിളാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ജെല്ലിയൊക്കെ ഉണ്ടാക്കാം. മറ്റേ ആപ്പിളിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതേ മറ്റേ ആപ്പിളിമേ കാണാണ്ടൊന്നും അറിയില്ല. അവിടെ അറ്റത്തൊരു വലിയ ആപ്പിൾ റെഡ് കളറായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ 2 ട്രീ ഉണ്ട്. ഇതിൻ്റെ കട കണ്ട, അത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ 2 ട്രീ ആയിട്ട് പോവാണ്. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ക്രാബ് ആപ്പിളിൻ്റെ, ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ നോർമൽ ആപ്പിളാണ്. നോർമൽ ആപ്പിൾ ഒരുവിധമൊക്കെ എല്ലാതും ഉണ്ടായി കഴിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ മുകളിലൊക്കെ ആയിട്ടാണ് ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നത്. ഇവിടെ താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇതാ വലിയ നോർമൽ ആപ്പിളിൻ്റെ ആപ്പിൾ താഴെ വീണ് പഴുത്ത് വീണ് കിടക്കുന്നതാണ്. മുകളിലുള്ളത് എനിക്ക് എടുക്കാൻ പറ്റില്ലേ, ഭയങ്കര ദൂരെയാണ്. അവിടെ ഒരെണ്ണം കാണാനുണ്ടോ? 1-2 എണ്ണം. എങ്ങനെ ഇതേ ഓട്ടത്തിൽ ആപ്പിളുകളെല്ലാം പഴുത്തു. ഇപ്പോൾ ഓർച്ചർഡിലൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്, എല്ലാ ആപ്പിളും ഒക്കെ റെഡി ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ ബുക്ക് ചെയ്യണം. അവർ സ്ലോട്ടുകളൊക്കെ സൺഡേ ഒക്കെ റിലീസ് ചെയ്യുള്ളൂ ആ ഒരാഴ്ചത്തേക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി നോക്കണം, എനിക്ക് ഇതുവരെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. ഇത് കണ്ട, ഇവിടെ റോഡിൻ്റെ 2 സൈഡിലും നടക്കാനായിട്ടുള്ള വാക്ക് വേ ഇല്ല. ഞാനിപ്പോൾ റോഡിൽ ഇറങ്ങിയാണ് നടക്കണത്. വണ്ടി വലത് വന്നാൽ ഞാൻ ഈ പുല്ലിലേക്ക് മാറി നിൽക്കും. ഇവിടെ ഒരു വളവാണ്, അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കാർക്ക് കാണാനും പറ്റില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് വല്ല വണ്ടിയും വരുന്നുണ്ടോന്നത്. ഒരു വണ്ടി വരുന്നു, ഞാൻ നീങ്ങട്ടെ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു
പർപ്പിൾ പൂവ് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം പൂക്കൾ ഉണ്ടാക്കിയപ്പോൾ ഈ പൂവൊക്കെ പറിച്ചാണ് ഉണ്ടാക്കിയത്. ഓട്ടം കാഴ്ചകളിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബെറീസ്. നോക്കി എന്ത് ഭംഗിയുണ്ടായി നിൽക്കണ കാണാനായിട്ട്. ഇത് കാണുമ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് കഴിക്കാൻ തോന്നില്ലേ? ഇതുമ്പോൾ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാതും എഡിബിളൊന്നുമല്ല. ഇത് റെഡ് കളറിലുള്ളതാണ്. ശരിക്കും നമ്മുടെ റെഡ് കറണ്ട് പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് റെഡ് കറണ്ടാന്ന് തോന്നണില്ലേ, വേറെ എന്തോ ആണ് ഇത്. ഇത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ബെറീസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. നോക്കി എന്ത് ഭംഗിയാ കാണാനുണ്ടോ കുറച്ചെങ്കിലും? ദേ ഇതുപോലെയാണ് ഇവിടെ മുതൽ ഈ റോഡിൻ്റെ അറ്റം വരെ മോളിലേക്ക് ഇങ്ങനെ റെഡ് ബെറീസ് ഉണ്ടായി നിൽക്കുകയാണ്. വിൻ്റർ ബെറീസ് ഈ ക്രിസ്മസിന് ഒരു റീത്ത് ഉണ്ടാക്കി വെക്കും. അതിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അവിടെ നിറച്ചും ബ്ലാക്ക് ബെറി ഉണ്ട്. ഇതൊക്കെ ബ്ലാക്ക് ബെറിയാണ്. ബ്ലാക്ക് ബെറി നമുക്ക് കഴിക്കാം. ദേ ബ്ലാക്ക് ബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ മറ്റേ കളറിൽ കാണണ ഈ കാണുന്ന റെഡൊന്നും, ചിലത് ഞാൻ നേരത്തെ കാണിച്ച വൈൽഡ് റോസിൻ്റെ കായ്കളാണ്. പിന്നെ വേറെ എന്തോ ഒരു ബെറിയും കൂടി ഉണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ബെറിയാണ്. മൊത്തം ബ്ലാക്ക് ബെറിയാണ്. സമ്മറിൽ നടക്കാൻ ഇറങ്ങിയ കുറേ പൂക്കൾ കാണാം. ഓട്ടത്തിൽ നടക്കാൻ ഇറങ്ങിയ ഇങ്ങനെ കുറേ ബെറീസൊക്കെ കാണാം. ആ നിൽക്കുന്ന മരങ്ങൾ എന്താണെന്നറിയോ? ആപ്പിളാണ്. ഞങ്ങളുടെ വില്ലേജിൻ്റെ സ്വന്തം മിനി ഓർച്ചിഡ്. അവിടെ ഇവിടെയൊക്കെ നിറച്ചും ആപ്പിൾ മരങ്ങളുണ്ട്. എന്നാലും ഈ ഒരു സ്ഥലം നല്ല രസമാണ് കാണാനായിട്ട്. 3-4 ആപ്പിൾ മരങ്ങളുണ്ട് ഇവിടെ.